അതിജീവിത എന്നുള്ള പദം വിശുദ്ധവും നിയമപരമായി വളരെ പ്രാധാന്യമുള്ളതുമാണ്. ലൈംഗിക അതിക്രമ കേസുകളിലെ സ്ത്രീകൾക്ക് സുരക്ഷ, സ്വകാര്യത ഉറപ്പാക്കാനാണ് ആ മഹത്തരമായ പദം നമ്മുടെ നിയമ സംവിധാനത്തിൽ യൂസ് ചെയ്യുന്നത്. ആ വാക്ക് സൂക്ഷ്മതയില്ലാതെയാണ് പലരും ഉപയോഗിക്കുന്നത്. ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ സെഷൻസ് കോടതിയുടെ വിധിയിലും, ഓർക്കുക ഒബ്സർവേഷൻ അല്ല, വിധിന്യായത്തിന്റെ ഭാഗമായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും പരസ്പര സമ്മതത്തോടെയാണ് ഒരു പരാതിയിൽ ബന്ധം നടന്നിരിക്കുന്നത്. അതിൽ ധാർമ്മിക നിയമ പ്രശ്നങ്ങളില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. ഈ അവസരത്തിൽ ആ സ്ത്രീകളെ അതിജീവിത എന്ന് സംബോധന ചെയ്യുന്നത് നിയമപരമായി ശരിയല്ല. പരാതിക്കാരെന്നാണ് വിളിക്കേണ്ടത്. യാതൊരു പ്രശ്നവുമില്ല, പരാതിക്കാരൻ തന്നെ വിളിക്കണം, പേര് പറയണമെന്ന് പറയുന്നില്ല. പരാതിക്കാരെന്നാണ് വിളിക്കേണ്ടത്. അവർ അതിജീവിതകളല്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലെ കൂടി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട്. ആദ്യത്തെ പരാതിയിൽ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായത്. നിങ്ങൾ എല്ലാം കേട്ട് കാണൂല്ലേ? ഇത് സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിന്റെ, നസീറ മാഡത്തിന്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതുണ്ടായത്. ഇപ്പോൾ ഇതിനെ റേപ്പ് എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ പീഡനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിലും ഇന്നലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലും വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആദ്യ പരാതിയോ രണ്ടാമത്തെ പരാതിയോ ഒക്കെ അതിജീവിതയാകുക? എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? അതായത് ഓൾറെഡി പീഡനം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ അതിജീവിച്ചത്? പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുക? അതിജീവിതമാർക്കും ഇരകൾക്കും നൽകുന്ന സംരക്ഷണം ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? രാഹുൽ മാങ്കൂട്ടത്തിലും എ എന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ബി എന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ സി എന്നൊരു പെൺകുട്ടിയും പരസ്പര സമ്മതത്തോടെ ബന്ധത്തിൽ ഏർപ്പെട്ട് ആ പെൺകുട്ടി പരാതി കൊടുത്ത് കോടതി ഇത് പരസ്പര സമ്മതത്തോടെയാണെന്ന് പറഞ്ഞ് ബലാത്സംഗവും പീഡനവും അടക്കമുള്ള സെക്ഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടി അതിജീവിതയാകുക? നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുവാൻ ഇനി കേവലം കുറച്ചു നാളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ അവസരത്തിലും തന്റെ രാഷ്ട്രീയ എതിരാളികളെ, അതായത് ഭരണത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ തന്റെ രാഷ്ട്രീയ എതിരാളികളെ പരമാവധി കണ്ടെത്തി അവരെ രാഷ്ട്രീയമായി തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന സ്ത്രീപീഡന കേസുകൾ. ഓരോ വിഭാഗത്തിനും, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുന്നതിന് അദ്ദേഹത്തിന് മറ്റൊരു സെക്രട്ടറി, അദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യങ്ങളും കേസുകളും കൈകാര്യം ചെയ്യുന്നതിന് മറ്റൊരു സെക്രട്ടറി, ഇങ്ങനെ 4 പാടും സെക്രട്ടറിമാരെ കൊണ്ട് ചുറ്റിലും നിൽക്കുന്ന പിണറായി വിജയൻ എന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി, അങ്ങേക്ക് അറിയാമല്ലോ ഒരു കേസിന്റെ മെറിറ്റ് എന്തായിരിക്കും, കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. കേരളത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്ത പരിചയം അങ്ങേക്കുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു കേസ് 33 പ്രാവശ്യം അഥവാ 37 പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ചരിത്രപരമായ റെക്കോർഡ് അങ്ങയുടെ പേരിലായിരിക്കും ഒരുപക്ഷെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുക. ലാവ്ലിൻ എന്ന കേസിൽ അങ്ങ് പ്രതിയാക്കി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഈ കേസ് 37 പ്രാവശ്യമാണ് മാറ്റിവെക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതലായി ഇത്തരത്തിലുള്ള നിയമവ്യവഹാരങ്ങൾ നടത്തി കോടതികളിൽ കേസ് നടത്തി അങ്ങേക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേസ് മുന്നിൽ വരുമ്പോൾ ആ കേസിന്റെ മെറിറ്റ് എന്താണ്, ഇത് കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളതെല്ലാം അങ്ങേക്ക് വളരെ വൃത്തിയായി അറിയാം, അല്ലെങ്കിൽ അങ്ങേക്ക് നിയമോപദേശം ചെയ്യുന്ന ആളുകൾക്കറിയാം. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്കെതിരെ നിലനിൽക്കാത്ത 2-3 കേസുകളാണ് അങ്ങയുടെ നിയമോപദേശകരുടെ അഭിപ്രായ പ്രകാരം കെട്ടിച്ചമച്ചത് എന്ന് വേണം പറയാൻ. ഇത് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എങ്ങനെയും പൂട്ടി അകത്തിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന്റെ ഭാഗമായി പണ്ട് ഉമ്മൻചാണ്ടിയോട് കാണിച്ച അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് ജനം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, 3ാമത്തെ പീഡന കേസും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. അവിടെ കോടതി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അതിജീവിത എന്ന് പറയുന്നത് ഈ കേസിൽ ഇല്ല. പരസ്പര ഉഭയസമ്മതപ്രകാരം നടത്തുന്ന ലൈംഗിക വീഴ്ചകളിൽ പങ്കാളിയാകുന്ന സ്ത്രീക്ക് എങ്ങനെയാണ് അതിജീവിത എന്ന് പേര് പറയുക എന്നുള്ള കോടതിയുടെ നിരീക്ഷണം ആ കേസിന്റെ വിധിപ്പകർപ്പിൽ അല്ലെങ്കിൽ ജാമ്യ ഉത്തരവിൽ ഉണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം അറിഞ്ഞു കാണണമല്ലോ. അങ്ങയുടെ നിയമോപദേഷ്ടാക്കൾ അങ്ങയോട് ഇത് ഉണർത്തിച്ചും കാണണം.
എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന അതിജീവിതകളെ വെച്ചുകൊണ്ട് ഇനിയും അങ്ങ് ഇത്തരത്തിലുള്ള കേസുകൾ ഇറക്കാനാണ് തീരുമാനമെങ്കിൽ അങ്ങയുടെ കാര്യത്തിലും കേരള ജനത ഒരു തീരുമാനം എടുത്തു വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങേക്കും CPM-നും എതിരെ പോസ്റ്റ് ഇടുന്ന ആളുകൾ സൂചിപ്പിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പ് ഏതു വിധേനയും നേരിട്ട് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് 3.0 ആവർത്തിച്ച് തുടർഭരണം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ എതിരാളികളെ പെണ്ണുകേസിൽ കുടുക്കിയാണ് വീണ്ടും വിജയം നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ടായ മൂന്നാമത്തെ സ്ത്രീ പീഡന കേസിലും കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയതിലൂടെ ആ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ത്രീ ഒരു കാരണവശാലും അതിജീവിതയല്ല എന്ന് കോടതി കൂടി നിരീക്ഷിച്ചിരിക്കുന്നു. പരസ്പര ഉഭയസമ്മത പ്രകാരം അതും ഭർതൃമതിയായ ഒരു സ്ത്രീ, വിവാഹിതയായ ഒരു സ്ത്രീ തന്റെ വിവാഹ ബന്ധം മറച്ചു പിടിച്ചുകൊണ്ട് അവിവാഹിതനായ ഒരു പുരുഷനുമൊത്ത് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കേസ് എടുക്കാൻ നിയമമില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കോടതിയും ഇത് നിരീക്ഷിക്കുകയുണ്ടായി. ധാർമ്മികമായി ഇതിൽ ഒരു തെറ്റ് കാണുവാനോ അല്ലെങ്കിൽ നിയമപരമായി കേസെടുക്കുവാനോ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പരസ്പര ഉഭയസമ്മത പ്രകാരമുള്ള വീഴ്ചയായതിന്റെ പേരിൽ അതിജീവിത എന്ന ഈ കേസിൽ പങ്കാളിയായ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കിടക്ക പങ്കിട്ട ഈ സ്ത്രീയെ അതിജീവിത എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇനിയും നിരവധി അതിജീവിതമാരെ കരുതി വെച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉന്മൂലന സിദ്ധാന്തം അല്ലെങ്കിൽ ഉന്മൂലന തന്ത്രം പയറ്റാൻ നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ജനങ്ങൾ കൃത്യമായ മറുപടി കരുതി വെച്ചിരിക്കുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ അത് അവർ ബാലറ്റിലൂടെ പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ. ഇവിടെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു പൊതുകാര്യ പ്രസക്തന്റെ ചില വാക്കുകൾ പ്രസക്തമാകുന്നത്. അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണച്ചതിന്റെ പേരിൽ, അതിജീവിതയെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് ജയിലിൽ കിടക്കേണ്ടതായി വന്നു, അവിടെയും പിണറായി ഭരണത്തിന്റെ കിരാതമായ മുഖം തനിക്ക് അനുഭവിക്കേണ്ടത് വന്നു എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വരൻ വ്യക്തമാക്കിയത്. അതിജീവിത എന്ന് ഒരു കാരണവശാലും നിങ്ങൾ ആരും ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പീഡന കഥയിലെ നായികമാരെ വിളിക്കരുത് എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഒരു തരത്തിലും ഇവർ അതിജീവിതയാവുന്നില്ല. എന്ത് വിഷയങ്ങളാണ് ഇവർ അതിജീവിച്ചത് എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ പീഡനമേറ്റിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഇത്തരം അഭിനവ അതിജീവിതമാരെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം രംഗത്തിറക്കിയത് എന്നാണ് രാഹുൽ ഈശ്വരന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനത്തിന് ഇരയാവുകയായിരുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിക്കുകയായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തെ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചതിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അതിജീവിതമാരെ കുറിച്ചും രാഹുൽ ഈശ്വർ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇനി അടുത്തത് ഈ അതിജീവിത എന്ന പദം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലെ കൂടി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട്. ആദ്യത്തെ പരാതിയിൽ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായത്. നിങ്ങൾ എല്ലാം കേട്ട് കാണൂല്ലേ? ഇത് സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിന്റെ, നസീറ മാഡത്തിന്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതുണ്ടായത്. ഇപ്പോൾ ഇതിനെ റേപ്പ് എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ പീഡനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിലും ഇന്നലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലും വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആദ്യ പരാതിയോ രണ്ടാമത്തെ പരാതിയോ ഒക്കെ അതിജീവിതയാകുക? എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? അതായത് ഓൾറെഡി പീഡനം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ അതിജീവിച്ചത്? പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുക? അതിജീവിതമാർക്കും ഇരകൾക്കും നൽകുന്ന സംരക്ഷണം ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? പേര് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാനും പേര് പറയില്ല, സംശയമൊന്നുമില്ല. പേര് പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് 16 ദിവസം ജയിലിട്ടതാ. പേര് പറഞ്ഞു എന്നും ഫോട്ടോ ഇട്ടു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം കൂടിയുണ്ട്. ഞാനൊരു AI ജനറേറ്റഡ് വെറും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടത്. അപ്പം പോലീസുകാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അന്വേഷണം നടത്തണം. ഇത് തന്റെ ഫോട്ടോ വേണമെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയാൽ അല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് FSL റിപ്പോർട്ട് വേണോ? ചുമ്മാ ഓരോ ടെക്നിക്കാലിറ്റി പറയുക. ചുമ്മാ പറച്ചിൽ നിന്ന് വേണ്ടി എന്ന് പറഞ്ഞു FSL റിപ്പോർട്ട് വരട്ടെ. ഞാൻ സാറിന് കണ്ടാ പോരെ, ഇത് ആ പെൺകുട്ടി അല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം, അതിജീവിത എന്നുള്ള പദം വിശുദ്ധവും നിയമപരമായി വളരെ പ്രാധാന്യമുള്ളതുമാണ്.
ലൈംഗിക അതിക്രമ കേസുകളിലെ സ്ത്രീകൾക്ക് സുരക്ഷ, സ്വകാര്യത ഉറപ്പാക്കാനാണ് ആ മഹത്തരമായ പദം നമ്മുടെ നിയമ സംവിധാനത്തിൽ യൂസ് ചെയ്യുന്നത്. ആ വാക്ക് സൂക്ഷ്മതയില്ലാതെയാണ് പലരും ഉപയോഗിക്കുന്നത്. ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ സെഷൻസ് കോടതിയുടെ വിധിയിലും, ഓർക്കുക ഒബ്സർവേഷൻ അല്ല വിധിന്യായത്തിന്റെ ഭാഗമായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും പരസ്പര സമ്മതത്തോടെയാണ് ഒരു പരാതിയിൽ ബന്ധം നടന്നിരിക്കുന്നത്. അതിൽ ധാർമ്മിക നിയമ പ്രശ്നങ്ങളില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. ഈ അവസരത്തിൽ ആ സ്ത്രീകളെ അതിജീവിത എന്ന് സംബോധന ചെയ്യുന്നത് നിയമപരമായി ശരിയല്ല. പരാതിക്കാരെന്നാണ് വിളിക്കേണ്ടത്. യാതൊരു പ്രശ്നവുമില്ല, പരാതിക്കാരൻ തന്നെ വിളിക്കണം, പേര് പറയണമെന്ന് പറയുന്നില്ല. പരാതിക്കാരെന്നാണ് വിളിക്കേണ്ടത്. അവർ അതിജീവിതകളല്ല എന്ന പരാമർശനത്തിനാണ് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ പോയിരിക്കുന്നത്. നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും. രാഹുൽ ഈശ്വർ അവർ അതിജീവിതകളല്ലെന്നും ഈ വ്യക്തി വ്യാജ അതിജീവിത എന്ന വാക്ക് ഉപയോഗിച്ചു. ആ വ്യാജ അതിജീവിത എന്ന വാക്ക് ഉപയോഗിച്ചത് അവർക്ക് മാനസികവും സാമൂഹികവുമായി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടില് ഞാൻ വെർബാറ്റിം കോട്ട് ചെയ്യുകയാണ്. അതിജീവിത അല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ ജാമ്യം റദ്ദാക്കണം. ഇവർ യഥാർത്ഥത്തിൽ ജനുവിൻ അതിജീവിത അല്ല എന്ന് പറഞ്ഞതിന് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഫെബ്രുവരി 3 തിങ്കളാഴ്ചയാണ് എന്റെ കേസുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാകുകയും കോടതി നിരീക്ഷണത്തിന്റെയും വിധിയുടെയും അടക്കം ഭാഗമായി വരികയും ചെയ്തിരിക്കുകയാണ്. സെഷൻ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത്, ഹൈക്കോടതിയുടെ ഒബ്സർവേഷനുണ്ട്. ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലും എ എന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ബി എന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ സി എന്നൊരു പെൺകുട്ടിയും പരസ്പര സമ്മതത്തോടെ ബന്ധത്തിൽ ഏർപ്പെട്ട് ആ പെൺകുട്ടി പരാതി കൊടുത്ത് കോടതി ഇത് പരസ്പര സമ്മതത്തോടെയാണെന്ന് പറഞ്ഞ് ബലാത്സംഗവും പീഡനവും അടക്കമുള്ള സെക്ഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടി അതിജീവിതയാകുക?